ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിലിട്ടിരുന്ന നമ്മുടെ ജാസ്മിൻ്റെ സ്റ്റോറിയില്ലേ, അതിൻ്റെ 4th പാർട്ടുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടുകളൊന്നും കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അത് കേട്ടിട്ട് ബാക്കി കേൾക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ട്രാവൽ ബാഗിൽ ജാസ്മിൻ്റെയും മോളിയുടെയും ഡ്രസ്സുകൾ, മറ്റൊരു ബാഗിൽ ഷാനുവിൻ്റെ ഡ്രസ്സുകൾ, 3 ലിറ്റർ കുപ്പികളിൽ കരിങ്ങാലി വെള്ളവും, ഉണ്ടായിരുന്ന 2 ഫ്ലാസ്കുകളിൽ ഒന്നിൽ മധുരം കുറച്ചിട്ട കട്ടൻ കാപ്പിയും മറ്റൊന്നിൽ ചൂടുവെള്ളവും. രാവിലെയാണ് യാത്ര തീരുമാനിച്ചിരുന്നത്. ജാസ്മിൻ നേരത്തെ എഴുന്നേറ്റ് എല്ലാം തയ്യാറാക്കിയിരുന്നു. മോളിയും ജാസ്മിനും ആഹ്ലാദത്തിലായിരുന്നു. എങ്ങോട്ടാണെന്നറിയില്ലെങ്കിലും ഒരു യാത്ര പോവുകയാണെന്ന് മോളിക്ക് മനസ്സിലായിരുന്നു. ജാസ്മിൻ അടുക്കള വാതിലും സ്റ്റെയർ കേസ് വാതിലും ഒന്നുകൂടി പോയി നോക്കി. ഷാനുവാണ് നേരത്തെ വന്ന് പൂട്ടിയിരുന്നത്. ജമീലാത്തയോട് മുംതാസ് ഉമ്മയുടെ കാര്യത്തിന് പോകുന്നു എന്ന് മാത്രമാണ് ജാസ്മിൻ പറഞ്ഞത്. സുജയോട് മാത്രം സത്യം പറഞ്ഞു. കാരണം മോളി വഴി പിന്നീട് എപ്പോഴെങ്കിലും സുജ അറിയുമെന്ന് അവൾക്കറിയാമായിരുന്നു. മാഷിൻ്റെ ഇന്നോവ വീടിന് മുൻവശത്തെ റോഡിലേക്ക് വന്നതും മോളി വണ്ടിക്കടുത്തേക്ക് ഓടിച്ചെന്നു. പവർ സ്വിച്ച് ഓഫാക്കിയ ശേഷം ഷാനുവാണ് മെയിൻ ഡോർ ലോക്ക് ചെയ്തത്. ഇന്നോവ തിരിച്ചിട്ടപ്പോഴേക്കും വാതിൽ പൂട്ടി ബാഗുകളുമായി ഷാനു കാറിനടുത്തേക്ക് വന്നു. പിൻവശത്തെ ഡോറ് തുറന്നിരുന്നു. ഡ്രൈവറുടെ നേരെ പിന്നിലുള്ള സീറ്റിൽ മുംതാസുമ്മ ഇരിക്കുന്നു. അവരുടെ മടിയിലും സീറ്റിലും അല്ലാത്ത രീതിയിൽ മോളി, പിന്നെ ജാസ്മിൻ. തലയും കൈയും അകത്തേക്കിട്ട് ബാഗുകൾ പിന്നിലേക്ക് വെച്ചിട്ട് ഷാനുവും വണ്ടിക്കകത്തേക്ക് കയറി. ഓക്കെ അല്ലേ ഷാനു? മാഷ് കോ ഡ്രൈവർ സീറ്റിൽ നിന്നും തിരിഞ്ഞു ചോദിച്ചു. ഓക്കെ മാഷുപ്പ. എന്നിട്ടും തൃപ്തി വരാതെ അയ്യപ്പൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ചന്ദനക്കുറി അണിഞ്ഞ് നെറ്റി ചുളുക്കിക്കൊണ്ട് അയാൾ പോകാമെന്ന് കണ്ണുകൊണ്ട് അവനോട് ചോദിച്ചു. അതേ രീതിയിൽ കണ്ണ് കാണിച്ചുകൊണ്ട് ഷാനു ഡോറ് വലിച്ചടച്ചു. ഇന്നോവ ഇളകി തുടങ്ങി. ഷാനു കൈകൾ മുന്നിലെ സീറ്റിൽ പിടിച്ച് ഇരുത്താൻ നേരെയാക്കി. ജാസ്മിനെ സ്പർശിക്കാതിരിക്കാൻ ഡോറിൻ്റെ ലോക്ക് ബട്ടൺ താഴേക്ക് പ്രസ് ചെയ്ത് ഇടതുവശം ഡോറിലേക്ക് ബലം കൊടുത്ത് അവനിരുന്നു. മുന്നിലെ സെൻറ്റർ റിയർ മിററിൽ ഉമ്മയുടെ തട്ടമിട്ട മുഖം പുറത്തെ കാഴ്ചകളിലേക്കിടയ്ക്ക് പോകുന്നത് അവൻ കണ്ടു. മോളി മുംതാസുമ്മയുടെ മടിയിലായിരുന്നു. അവൾ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി മുംതാസിനോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്നു. നമുക്ക് പാലക്കാട് വഴി പോകാം അല്ലേ? അയ്യപ്പൻ ചോദിച്ചു. അയ്യപ്പൻ്റെ സൗകര്യം പോലെ. മാഷ് അങ്ങനെയാണ് പറഞ്ഞത്. അയ്യപ്പൻ പിന്നീട് ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ തിരിച്ചു. വലതുവശത്തെ കാഴ്ചകൾ മറയുമ്പോൾ ജാസ്മിൻ്റെയും ഷാനുവിൻ്റെയും മടിയിലൂടെ നിരങ്ങിക്കൊണ്ട് മോളി ഇടതുവശത്ത് ഷാനുവിനരികിലെത്തുമായിരുന്നു. അത് 2-3 പ്രാവശ്യം തുടർന്നപ്പോൾ ജാസ്മിൻ അവളെ വിലക്കി. അടങ്ങിയിരിക്കണുണ്ടോ നീ മോളി? അവൾ കളിക്കട്ടെ മോളെ, മുംതാസ് പറഞ്ഞു. അതുകൂടി കേട്ടതോടെ മോളി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി തുടങ്ങി. ഏറ്റവും ബുദ്ധിമുട്ട് ജാസ്മിൻ ആയിരുന്നു. അവളാണല്ലോ നടുക്കിരുന്നത്. ഇടത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഷാനു. മോളിയുടെ യാത്രക്കിടയിൽ തെന്നി മാറുന്ന ടോപ്പിനടിയിലൂടെ ജാസ്മിൻ്റെ വയറിൻ്റെ ഒരു ഭാഗം കണ്ടു. മോളിയുടെ തിരികെ വന്നപ്പോൾ ആ കാഴ്ച മറഞ്ഞു. വാഹനത്തിൻ്റെ വേഗതയും നിയന്ത്രണവും കണ്ടപ്പോൾ അയ്യപ്പേട്ടൻ തൻ്റെ ജോലിയിലൊരു മാന്ത്രികനാണെന്ന് ഡ്രൈവർ കൂടിയായ ഷാനുവിന് മനസ്സിലായി. പൊഴുതന വഴി വണ്ടി വൈത്തിരിയിലെത്തിയത് മിനിറ്റുകൾക്കുള്ളിലായിരുന്നു. ലക്കിടി എത്തിയപ്പോൾ വണ്ടി ഒന്ന് സ്ലോ ആയി. കരിന്തണ്ടൻ സ്മൃതി കുടീരത്തിൽ അയ്യപ്പേട്ടൻ്റെ രീതിയിൽ അയാൾ എന്തോ പ്രാർത്ഥിച്ച് കാണിക്കയിട്ട് വരുന്നത് ഷാനു കണ്ടു. അതെന്താ മാഷുപ്പ? ഷാനുവിൻ്റെ മടിയിലിരുന്ന മോളി മാഷിനോടായി ചോദിച്ചു. ഈ റോഡ് കണ്ടുപിടിച്ചയാളെ മയ്യത്തടക്കിയിരിക്കുന്ന അവിടെയാ മോളെ. ഞങ്ങൾ ഡ്രൈവർമാർക്കിതൊരു വിശ്വാസം മാത്രമല്ല, ധൈര്യം കൂടെയാ. അത് കേട്ടുകൊണ്ട് കാറിലേക്ക് കയറിയ അയ്യപ്പേട്ടൻ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനിടയിൽ പറഞ്ഞു. ഇന്നോവ ചുരമിറങ്ങാൻ തുടങ്ങി. രാവിലെ ആണെങ്കിലും തിരക്കുണ്ടായിരുന്നു. ചുരത്തിൻ്റെ കാഴ്ചകൾ കൂടുതലും ഇടതുവശത്തായതിനാൽ മോളി ഷാനുവിൻ്റെ മടിയിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് ഷാനുവിൻ്റെയും ഡോറിൻ്റെയും ഇടയിലേക്ക് കാല് തിരുകിക്കൊണ്ട് മോളി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. യാത്ര തുടങ്ങിയപ്പോൾ അകന്നിരുന്ന ഷാനുവും ജാസ്മിനും ഇപ്പോൾ അടുത്താണ്. അവരുടെ തുടകൾ തമ്മിൽ ചേർന്നാണ് ഇരിപ്പ്.
ചുരം കാണണമെന്നുണ്ടെങ്കിലും അതടക്കി പിടിച്ച് ജാസ്മിൻ ഇരുന്നു. ഒരു വളവ് കഴിഞ്ഞു. ഒരു കർണാടക രജിസ്ട്രേഷൻ ലോറി ഭാരം വലിച്ച് കിതച്ചു വരുന്നത് കണ്ട് അയ്യപ്പേട്ടൻ ഇടത്തേക്ക് വണ്ടി ഒതുക്കി. മുന്നിൽ അഗാധമായ കൊക്കയിലേക്ക് നോക്കാൻ ജാസ്മിൻ ആ നിമിഷം ഒരു കൊതി തോന്നി. തട്ടം തൻ്റെ കണ്ണിനും മൂക്കിനും മുന്നിലൂടെ ഇടത്തേക്ക് വരുന്നത് ഷാനു അറിഞ്ഞു. ഒപ്പം അവൻ്റെ വലത് തുടയിൽ അവളുടെ ഇടത്ത് കൈ കുത്തി. അവളുടെ മുടിയുടെ തട്ടത്തിന് പുറത്തേക്ക് വമിച്ചു വന്ന ഗന്ധം ഷാനുവിൻ്റെ നാസിക പിടിച്ചെടുത്തു. മോളിയുടെ പിന്നിലേക്ക് മുഖം ചേർത്ത് ജാസ്മിൻ ഗ്ലാസിന് പുറത്തേക്ക് നോക്കി. അവൾക്ക് കാണാൻ സൗകര്യമൊരുക്കുന്നതിനായി ശിരസ് വലത്തേക്ക് തിരിച്ച ഷാനു സീറ്റിൽ വലിഞ്ഞിരിക്കുന്ന ചുരിദാർ പാൻറ്റിൽ അവളുടെ കടഞ്ഞെടുത്ത നിതംബത്തിൻ്റെ ആകൃതി കണ്ടു. തൻ്റെ വലത് കൈക്കടുത്തായി അവളുടെ ചന്തിപ്പന്തുകൾ കണ്ടപ്പോൾ ഷാനുവിൻ്റെ കൈകളിൽ ഒരു തരിപ്പുണ്ടായി. അവൻ്റെ ലഹരി മാത്രമായ ഗന്ധം കൂടി ചേർന്നപ്പോൾ അവൻ ആ ഗോളങ്ങളിൽ ഒന്ന് തഴുകി വിട്ടു. ഷാനു നിയന്ത്രിക്കാനാവാതെ ചെയ്തതാണ്. അത്രയ്ക്കും മനോഹരമായിരുന്നു ആ കാഴ്ച. അവൾ എന്തേ എന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. ഷാനു അങ്ങോട്ടിരുന്ന് കണ്ടോളൂ എന്ന അർത്ഥത്തിൽ ശിരസിളക്കി. ലോറി കയറിപ്പോയതോടെ ഇന്നോവ മുന്നോട്ടുരുണ്ടു. ഷാനുവിൻ്റെ ചുമലിൽ ഒരു കൈ കുത്തിക്കൊണ്ട് അവൻ്റെ മടിയിലൂടെ നിതംബം മുരച്ച് അവൾ അപ്പുറത്തേക്ക് മാറിയിരുന്നു. തൻ്റെ ജീൻസിനുള്ളിൽ ഒരനക്കമുണ്ടായത് ഷാനു ഹൃദയത്തിൽ അറിഞ്ഞു. ഒരു വശത്തേക്ക് ഊർന്നു വീണ ഷോളിൽ അനാവൃതമായ അവളുടെ കഴുത്തും അത്ര വിറക്കവില്ലാത്ത പുറംഭാഗവും കണ്ടതോടെ ഷാനു ഒന്ന് മിടയിറക്കി. പ്രതിജ്ഞകളും മനോനിയന്ത്രണവും തന്നിൽ നിന്നും ചുരമിറങ്ങിപ്പോകുന്നത് ഷാനു അറിഞ്ഞു. വലത്തേക്കുള്ള വളവ് തിരിഞ്ഞ് അവളുടെ പുറം ഭാഗം തൻ്റെ ഇടത് ചുമലിലേക്ക് വന്നടിച്ചത് ഷാനു അറിഞ്ഞു. അടുത്ത വളവിൽ അവളുടെ പുറത്തേക്ക് അവൻ ചാഞ്ഞു. ഷോളിൽ നിന്നും സ്വതന്ത്രമായ മുടി അവളുടെ പുറത്ത് കെട്ടഴിഞ്ഞു വീണപ്പോൾ അറിയാതെ എന്ന വണ്ണം അവൻ ആ ഗന്ധം മൂക്കിലേക്കെടുത്തു. ജാസുമാൻ്റെ സുഗന്ധം സിരകളിൽ ലഹരി പടർത്തിക്കൊണ്ട് അതവൻ്റെ തലച്ചോറിലേക്ക് പാഞ്ഞു കയറി. അവനൊന്ന് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്താസുമ്മ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കുന്നത് കണ്ടു. അവസരമാണിത്. അവൻ്റെ വികാര ഹൃദയം അവനോട് മുരണ്ടു. അടുത്ത വളവിനായി അവൻ മുന്നോട്ട് നോക്കി. ഇടത്തേക്ക് വീശിയ വളവിൽ അവളുടെ ദേഹം തന്നിലേക്ക് വരുന്നതറിഞ്ഞ് സീറ്റിനും അവൾക്കും ഇടയിലൂടെ ഇടത് കൈയിട്ട് വാരിയെല്ലുകൾക്ക് താഴെ ചുറ്റി. പതുപതുത്ത അവളുടെ ശരീരത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം തൻ്റെ വിരലുകൾ പതിഞ്ഞതറിഞ്ഞ് അവന് കുളിര് കോരി. പുറംഭാഗം അവൻ്റെ ചുമലിൽ ചാരി ഒരു നിമിഷം അവൾ ഇരുന്നു. തിടുക്കം ഏതുമില്ലാതെ അവൾ നിവർന്നപ്പോൾ അവൻ കൈകൾ അയച്ചു. വീണ്ടും അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. ഇത്തവണ മോളി കാഴ്ച കാണാൻ അവളുടെ മടിയിലേക്ക് കയറിയിരുന്നു. അതോടുകൂടി ജാസ്മിൻ്റെയും ഷാനുവിൻ്റെയും ദേഹങ്ങൾ ഉരഞ്ഞു. ഇടത് കൈ ഇടതുവശത്തെ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിലാണ് ഷാനു വെച്ചിരുന്നത്. അടുത്തിടത്തേക്കുള്ള വളവ് തിരിഞ്ഞപ്പോൾ പിന്നോട്ട് നിരങ്ങാതിരിക്കാൻ ജാസ്മിൻ പിടിച്ചത് അവൻ്റെ കയ്യിലായിരുന്നു. ഉമ്മ വീഴാതിരിക്കാൻ എന്ന വണ്ണം ഷാനു പതിയെ ആ വിരലുകളിൽ കൈകോർത്തു. ഇത്തവണ അവളുടെ വയറ്റിൽ വലത് കൈ മുറുക്കി ഷാനു അവളെ നേരെ ഇരുത്തി. നേരെ ഇരിക്കുമ്മ, ഷാനു പതിയെ പറഞ്ഞു. ചുരം തീരുന്ന വരെ ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. അത് കേട്ടപോലെ അയ്യപ്പൻ പറഞ്ഞു. ഷാനുവിന് അത്ഭുതം തോന്നി. അയാൾ വെറുമൊരു ഡ്രൈവർ മാത്രമല്ല, യാത്രക്കാരെ കൂടി അറിയിക്കുന്നവനാണ്. അതേസമയം അതൊരു താക്കീത് പോലെ അവനും തോന്നി. അവൻ കൈവലിച്ച് നേരെ ഇരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജാസ്മിൻ അവളുടെ വിരലുകൾ അവനിൽ കോർത്തിരുന്നു. രക്തം വീണ്ടും ചൂടുപിടിച്ചു തുടങ്ങി ഷാനുവിന്. അയ്യപ്പേട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് ഷാനു കൈ ഊരിയെടുത്ത് സീറ്റിൽ നിവർന്നിരുന്നു. ജാസ്മിൻ മുന്നോട്ട് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ചുരമിറങ്ങി തീർന്നു. 10 മണിയായപ്പോൾ അവർ മഞ്ചേരിയിലെത്തി. അവിടെ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. വീണ്ടും യാത്ര തുടർന്നു. ഭക്ഷണം കഴിച്ച ശേഷം കയറിയപ്പോൾ ഷാനു ഇടതുവശത്തായിരുന്നു ഇരുന്നത്. ജാസ്മിൻ്റെയും മുന്താസുമ്മയുടെയും സീറ്റിലുമായി മോളിയും. കുറച്ച് ദൂരം വണ്ടി ഓടി. ഗ്ലാസ്സിലേക്ക് വെയിലടിച്ച് തുടങ്ങിയപ്പോൾ ജാസ്മിൻ ഉറക്കം വന്നു തുടങ്ങി. ഇടത്തേക്ക് ഉറക്കം തൂങ്ങി അവൾ ഷാനുവിൻ്റെ തോളിലേക്ക് ചാരി. 1-2 തവണ അവൾ മുന്നോട്ടാഞ്ഞപ്പോൾ അവൻ വയറിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇനി ഒരിക്കലും തൊടാനാകില്ലെന്ന് കരുതിയ വയറിൻ്റെ
പതുപതുപ്പ് അവൻ്റെ വിരലുകൾ ടോപ്പിന് പുറത്തുകൂടി അറിഞ്ഞു. പതിയെ പതിയെ വലത് കൈയുടെ പെരുവിരൽ കൊണ്ടവൻ മില്ലിമീറ്റർ കണക്കിൽ ടോപ്പ് ഉയർത്തി തുടങ്ങി. മുണ്ടൂരെത്താറായപ്പോഴാണ് വയറിൽ തൊട്ടത്. അത്രമാത്രം ശ്രദ്ധയോടെയും സമയമെടുത്തുമാണ് അവൻ ആ പ്രവൃത്തി ചെയ്തിരുന്നത്. മുണ്ടൂറിൽ നിന്ന് പാലക്കാടിനിടത്തേക്ക് തിരിഞ്ഞപ്പോൾ അവളൊന്ന് വീഴാൻ പോയി. ആ സമയം അവൻ്റെ കൈപ്പത്തി അവളുടെ വയറ്റിലമർന്നു. വീഴാതെ ജാസുമ്മ, വയറ്റിൽ പിടിച്ച് അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. മോൾ ഉറക്കമാണോ? മുന്നിൽ നിന്നും മാഷ് തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. അതേ മാഷുപ്പ, അതിരാവിലെ എഴുന്നേറ്റതാ. ഇന്നലെ രാത്രി ഉറങ്ങിയോന്ന് തന്നെ സംശയവാ. മാഷ് അതിന് മറുപടി പറഞ്ഞില്ല. അവളുടെ അണിവയറിൽ കൈ ചേർന്നിരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ താനാണെന്ന് ഷാനുവിന് തോന്നി. ഭക്ഷണം കഴിക്കാറായോ മാഷേ? അയ്യപ്പനാണ് ചോദിച്ചത്. അയ്യപ്പൻ്റെ ഇഷ്ടം. അതിന് മാഷ് പറഞ്ഞ മറുപടി അതായിരുന്നു. ഇവിടം വിട്ടാൽ പിന്നെ നമ്മുടെ ഭക്ഷണമൊന്നും കിട്ടില്ല. എന്നും നമ്മുടെ ഭക്ഷണമല്ലേ അയ്യപ്പ കഴിക്കുന്നത്? ഒരു ദിവസം തമിഴരുടെയും കഴിച്ചു നോക്കാം, അല്ലേ ഷാനുമോനെ? ഷാനു അതിന് ചിരിക്കുക മാത്രം ചെയ്തു. അല്ലെങ്കിൽ തന്നെ എന്താ, അവർ നട്ടു നനച്ച് വളർത്തുന്നത് കൊണ്ട് നമുക്ക് കഴിക്കാൻ കിട്ടുന്നു, മാഷ് കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ 1-2 തവണ ജാസ്മിൻ ഊർന്നു വീഴാൻ തുടങ്ങിയപ്പോൾ ഷാനു ഇടത്തേക്ക് പരമാവധി നീങ്ങിയിരുന്ന് അവളെ മടിയിലേക്ക് കിടത്തി. സീറ്റ് പുഷ് ബാക്ക് ചെയ്താൽ പോരെ ഷാനുമോനെ? അയ്യപ്പേട്ടൻ ചോദിച്ചു. കുഴപ്പമില്ല അയ്യപ്പേട്ട, ഷാനു പറഞ്ഞു. മുൻസീറ്റിലേക്ക് ഇരുമുട്ടുകളും ചേർത്ത് ഷാനുവിൻ്റെ മടിയിൽ അവൾ കിടന്നു. ഷോള് ശ്രദ്ധയോടെ പതിയെ മാറ്റിയ ശേഷം അവൻ അവളുടെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ടിരുന്നു. പാവം ഉമ്മ. തൻ്റെ അറിവിൽ ഉമ്മ പുറത്തേക്കൊന്നും പോയിട്ടില്ലെന്ന് ഷാനുവിനറിയാം. ദൂരയാത്രയും വിനോദയാത്രയും ഉമ്മയുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാകാൻ വഴിയില്ല. മുടിയിഴകളിൽ നിന്നും പതിയെ അവളുടെ നെറ്റിത്തടത്തിലേക്കും ഷാനു വിരലുകൾ ഓടിച്ചു. ആ സുഗതമായ കിടപ്പിൽ ജാസ്മിൻ ഒന്നിളകി. കഴുത്തിൽ ചുറ്റിയിരുന്ന ഷോള് തെന്നി മാറി അവളുടെ കുചദ്വയങ്ങളുടെ ഉത്ഭവരേഖ അവൻ കണ്ടു. ചുമലിൽ നിന്നും മാറിയ ടോപ്പിൻ്റെ വശത്തു നിന്നും വെളുത്ത സ്ട്രാപ്പ് കണ്ടതോടെ അവളുടെ വയറ്റിലിരുന്ന ഷാനുവിൻ്റെ വിരലുകൾ വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ റബ്ബേ, ഷാനു ഉള്ളിൽ വിളിച്ചു. മടിയിൽ കിടക്കുന്നത് അടങ്ങാനാവാത്ത അഭിനിവേശമുള്ള ആൾ തന്നെയാണ്. പക്ഷെ അതെല്ലാം മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയിട്ട് 10 ദിവസം തികച്ചായിട്ടില്ല. അധിക നേരം എന്തായാലും ആ ഇരിപ്പ് ഷാനുവിന് ഇരിക്കേണ്ടി വന്നില്ല. പൊള്ളാച്ചി റോഡിലേക്ക് വണ്ടി കയറിയതും ആദ്യം കണ്ട പെട്രോൾ പമ്പിലേക്ക് അയ്യപ്പൻ ഇന്നോവ കയറ്റി. ഇവനുള്ള ഭക്ഷണവും തമിഴന്മാരുടെ തന്നെ ആയിക്കോട്ടെ, അല്ലേ മാഷേ? അയ്യപ്പൻ പറഞ്ഞുകൊണ്ട് മാഷിനെ നോക്കി. മാഷ് അതിന് ചിരിച്ചതേയുള്ളൂ. വണ്ടിയുടെ ഇളക്കം നിന്നപ്പോൾ ജാസ്മിൻ ഉണർന്നു. ഷാനു വയറ്റിലെ കൈയെടുത്ത് മാറ്റുന്നതിന് മുമ്പേ ജാസ്മിൻ എടുത്ത് മാറ്റി. മടിയിൽ നിന്ന് മുഖമുയർത്തി അവൾ അവനെ ക്രുദ്ധയായി നോക്കി. ഷാനുവിൻ്റെ തല അവൻ അറിയാതെ തന്നെ താണുപോയി. എല്ലാവരും ഒന്ന് ഫ്രഷായ ശേഷമാണ് വീണ്ടും വണ്ടിയിൽ കയറിയത്. കുറച്ചു ദൂരം മുന്നോട്ടോടിയ ശേഷം അയ്യപ്പൻ അടുത്ത് കണ്ട ചായക്കടിക്കരികിലേക്ക് വണ്ടി നിർത്തി. ഓരോ ചായ കുടിച്ചിട്ട് പോകാം മാഷേ. ആയിക്കോട്ടെ. അയ്യപ്പനും മാഷും മുമ്പേ ഇറങ്ങി. ഉമ്മാക്കെന്താ വേണ്ടേ? ജാസ്മിൻ ചോദിച്ചു. എനിക്ക് കട്ടൻ കാപ്പി മതി. അത് ബാഗിലുണ്ടുമ്മ. എന്നാൽ അത് മതി. നിങ്ങൾ പോയി കുടിച്ചിട്ട് വാ. കഴിക്കാനോ? ഒന്നും വേണമെന്നില്ല മോളെ. ഷാനു മുൻപിലിറങ്ങി. ജാസ്മിനും മോളെയും പിന്നാലെയും. എന്താ എൻ്റെ ഉദ്ദേശം? മാഷിൽ നിന്നും മുന്താസിൽ നിന്നും ഒരകലം എത്തിയെന്ന് കണ്ട് ജാസ്മിൻ ചോദിച്ചു. നിങ്ങളോട് ഞാൻ വരണില്ല എന്ന് പറഞ്ഞതല്ലേ? ഷാനു അല്പം ഉറക്കെ പറഞ്ഞു. പതുക്കെ മതി, എനിക്ക് ചെവി കേൾക്കാം. എനിക്ക് വയ്യ മുട്ടാണ്ടും തൊടാണ്ടും ഇരിക്കാൻ. അതൊരു ചായ്പ് പോലെ കെട്ടിയ ചായക്കടയായിരുന്നു. മുൻവശത്ത് 2 ബെഞ്ചുകൾ. അതിലൊന്നിലാണ് അയ്യപ്പേട്ടനും മാഷും ഇരിക്കുന്നത്. ഉള്ള വാങ്ങോമ്മാ. ജാസ്മിനെയും കുട്ടിയെയും കൊണ്ട് കടയുടെ വാതിൽക്കൽ നിന്നിരുന്ന സ്ത്രീ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അവർ 3 പേരും അകത്തേക്ക് കയറി. ഷാനു, അവൾ ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ട് വിളിച്ചു. നിങ്ങളൊന്നും പറയണ്ടുമ്മ, എനിക്ക് വയ്യ ഇങ്ങനെ മിണ്ടാതെയും പറയാതെയും കഴിയാൻ. ഓർഡർ ചെയ്തില്ലെങ്കിലും ജാസ്മിനും ഷാനുവിനും അടിച്ചു പതപ്പിച്ച ചായയും
മോളിക്ക് പാലും മേശയിലെത്തി. സ്റ്റീൽ പ്ലേറ്റിൽ വാഴയില വെച്ച് അതിനു മുകളിൽ വെങ്കായ പൊക്കാവടയും ചട്നിയും പിന്നാലെ വന്നു. ജാസ്മിൻ എതിർവശത്തിരിക്കുന്ന ഷാനുവിനെ നോക്കി. മോളി ജാസ്മിൻ അടുത്തിരുന്ന് എരിവ് വലിച്ചു തുടങ്ങി. ഒരൊറ്റ ദിവസം പോലും എൻ്റെ ഓർമ്മയിൽ ഇങ്ങളെ മാറി നിന്നിട്ടില്ല. ഇങ്ങൾ പോണിടത്തൊക്കെ ഞാനും. ഷാനു ഒന്ന് വിതുമ്പി. എടാ! ജാസ്മിൻ അമ്പരന്ന് പോയി. പലകി അടിച്ച അഴികൾക്കിടയിലൂടെ മാഷും അയ്യപ്പനും കാറിനടുത്തേക്ക് നടക്കുന്നത് അവൾ കണ്ടു. ഷാനു! അവൾ വിളിച്ചു. വേണ്ട ഉമ്മ, ഞാൻ വീട്ടിൽ കൂടുമായിരുന്നല്ലോ. ഇങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മാറിക്കിടന്നു. ഇങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കൂടെ വന്നു. ഇനി ഇങ്ങൾ പറ, എന്താച്ചാ ഞാൻ ചെയ്യാം. ഇതൊന്നും അവളുടെ മുഖത്ത് നോക്കാതെ പല്ലുകൾക്കിടയിലൂടെയാണ് അവൻ പറഞ്ഞത്. ജാസ്മിനും വല്ലാതെയായി. ഇത്ര പെട്ടെന്നൊന്നും അവനോട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നി. അവന് കൊടുക്കാനൊരുത്തരം അവളുടെ നാവിൽ വന്നെങ്കിലും അവളത് മിണ്ടിയില്ല. സഹിക്കണതിനൊക്കെ ഒരു പരിധിയുണ്ടുമ്മ. എൻ്റെ കുരുത്തക്കേടിനൊരു കാര്യം ചെയ്തു, അതിൻ്റെ പേരിൽ ഇങ്ങനെ. മതി, വെറുതെ കരഞ്ഞ് നിലവിളിച്ച് അവരെയും കൂടെ അറിയിക്കണ്ട. ജാസ്മിൻ എഴുന്നേറ്റു. മാഷ് അവരുടെ പൈസ കൂടി കൊടുത്തിരുന്നു. വീണ്ടും യാത്ര തുടർന്നപ്പോൾ ഷാനു ഉറക്കത്തിലെന്ന പോലെ കണ്ണുകൾ അടച്ചിരുന്നു. ജാസ്മിൻ്റെ കൈകൾ തുടയിലും തോളിലുമൊക്കെ 1-2 പ്രാവശ്യം തട്ടിപ്പോയിട്ടും അവൻ അനങ്ങിയില്ല. ഉള്ളാലെ അവനിരുന്ന് വിങ്ങുകയായിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ഒന്ന് അലറി കരയുമെങ്കിലും ചെയ്യാമായിരുന്നുവെന്ന് അവൻ ഓർത്തു. താൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വയറിന് മുകളിൽ കൈയെടുത്ത് വെച്ചത്. പക്ഷേ അറിയാതെ ആയിരുന്നാലും ഉമ്മ അങ്ങനെ പെരുമാറൂ. ഒരിക്കൽ കള്ളനായാൽ മതിയല്ലോ. കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങിയതറിഞ്ഞ് ഷാനു പതിയെ മിഴികൾ തുറന്നു. സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. ഈ ദുസ്സഹമായ യാത്ര തീരുന്നുമില്ലേ എന്നവൻ ഓർത്തു. തല ചെരിച്ച് നോക്കിയപ്പോൾ മുന്താസുമ്മയുടെ മടിയിൽ മോളി കിടക്കുന്ന കണ്ടു. ഹെഡ് റെസ്റ്റിലേക്ക് തലവെച്ച് ജാസ്മിനും. അവളുടെ ശിരസ് ഇടയ്ക്കിടയ്ക്ക് ആടി ആടി തൻ്റെ അടുത്തേക്ക് വരുന്നത് ഷാനു കണ്ടു. ആ നിമിഷം തന്നെ ജാസ്മിനും കണ്ണു തുറന്നു. ഒരു പുഞ്ചിരി അവളുടെ മുഖത്തുണ്ടായി. ഷാനു പെട്ടെന്ന് കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു. തൻ്റെ മടിയിലേക്കൊരു ഭാരം വരുന്നതറിഞ്ഞ് ഷാനു അറിഞ്ഞു. തൻ്റെ വലത് കൈ ഒരു കയ്യിൽ കോർക്കുന്നതും നഗ്നമായ പതുപതുത്ത് എന്തോ ഒന്നിലേക്ക് തൊടുന്നതും അവൻ അറിഞ്ഞു. തൻ്റെ കൈയുടെ മുകളിലേക്ക് നനുത്ത ഒരു തുണിക്കഷ്ണം വന്ന് വീഴുന്നതും ഷാനു അറിഞ്ഞു. 2-3 മിനിറ്റുകൾ കടന്നുപോയി. ഷാനു പതിയെ മിഴികൾ തുറന്നു. ഹൈവേ വേർതിരിക്കുന്ന ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള ലൈൻ സിഗ്നൽ ലൈറ്റുകളിലാണ് ആദ്യം അവൻ്റെ കണ്ണുകൾ ഉടക്കിയത്. അടുത്തെങ്ങോ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ഷോപ്പിൻ്റെ മുന്നിലെ പ്രകാശമാലയിലേക്ക് രണ്ടാമത് മിഴികൾ ചെന്നു. ഷാനു പതിയെ സീറ്റിലേക്ക് തിരിഞ്ഞു നോക്കി. ജാസുമ്മയുടെ ശിരസാണ് മടിയിൽ. ജാസുമ്മയുടെ ടോപ്പിനുള്ളിലായി വയറിന് മീതെയാണ് തൻ്റെ വലത് കൈ. കൈമുട്ടിന് താഴെ വെച്ച് ഷോളിൽ മൂടി അതങ്ങനെ അകത്തേക്ക് പോയിരുന്നു. ഷാനുവിനൊരു ഉൾക്കിരുടലുമുണ്ടായി. അടുത്ത നിമിഷം 1000 വള്ളിയൂർക്കാവ് ഉത്സവത്തിൻ്റെ കമ്പക്കെട്ട് അവനുള്ളിൽ നടന്നു. താഴെ ഒഴുകുന്ന കബനിയുടെ മുകളിൽ ആകാശവിസ്മയം തീർക്കുന്നത് പോലെ അവൻ്റെ തലച്ചോറിൽ വർണ്ണക്കുടകൾ വിരിഞ്ഞു. ജാസൂമ്മ! ഉള്ളുകൊണ്ട് ഷാനു തുള്ളിപ്പോയി. അനുവാദം കിട്ടിയിട്ടും ആ വിരലുകൾ 1 സെൻറ്റിമീറ്റർ പോലും നീക്കാൻ കഴിയാതെ പക്ഷാഘാതം ബാധിച്ചവനെ പോലെ അവൻ ഇരുന്നു. വണ്ടിക്കുള്ളിൽ പ്രകാശം ഒട്ടുമില്ലായിരുന്നു. എതിരെ വരുന്ന വാഹനങ്ങളുടെ പ്രകാശത്തിൻ്റെ അലകൾ വെട്ടിയൊഴിഞ്ഞു പോകുന്ന ചില മിന്നലുകൾ മാത്രം. അത് മരുന്നായി മാറിയപ്പോൾ ചലനശേഷി നഷ്ടപ്പെട്ട വിരലുകൾ ഒന്ന് വിറച്ചു. സംഗീതബോധമില്ലാത്ത അത് അവളുടെ വയറിന് മുകളിലൂടെ പതിയെ ഇഴഞ്ഞു. മടിയിൽ കിടന്ന ജാസുമ്മ ഒന്നെക്കിലെടുത്തതുപോലെ ഷാനുവിന് തോന്നി. കോശങ്ങൾ ഓരോന്നും പൊട്ടിത്തെറിക്കുന്ന ഉന്മാദത്തോടെ അവൻ്റെ വിരലുകൾ മുകളിലേക്ക് പതിയെ ഇഴഞ്ഞു. വാരിയെല്ലുകൾക്ക് മുകളിലൂടെ പരതിയ കൈതലം മുകളിലേക്ക് വഴി അടഞ്ഞു നിന്നു. ജാസ്മിൻ ശ്വാസം ആഞ്ഞു വലിച്ചു. ശ്വാസം വലിയിൽ ഒട്ടിയമർന്ന വയറിൻ്റെയും വാരിയെല്ലുകളുടെയും മുകളിലേക്ക് കയറിപ്പോയ കൈപ്പത്തി സ്തനഭാരങ്ങൾക്ക് കീഴെ നിന്ന് വിറച്ചു. കൈയുടെ മണിബന്ധം അമർത്തി വിരലുകൾ കൊണ്ട് ഷാനു ഒന്ന് പിഴിഞ്ഞു. അവൻ്റെ മടിയിൽ കിടന്ന് ജാസ്മിൻ ഒന്നുകൂടെ കൂനിക്കൂടി.
അവളുടെ കപ്പിനടിയിലൂടെ നീളമുള്ള 2 വിരലുകൾ മാത്രം അവിടെ ഒന്ന് തൊടാൻ കഴിഞ്ഞു. മൃദുലതയറിഞ്ഞ വിരലുകൾ ഉള്ളിലേക്ക് ത്വര പൂണ്ട് തപ്പിക്കയറാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഇടത് കൈ ടോപ്പിന് മുകളിലൂടെ അവനെ വിലക്കി. തിരികെ വാരിയലും പൊക്കിളും കഴിഞ്ഞ് അവളുടെ വയറിൽ അവൻ തലോടുകയും ഒഴിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇടത് കൈ തലയ്ക്കടിയിലൂടെ ഇട്ട് ഷാനു അവളെ മലർത്തി കിടത്താൻ ഒരു ശ്രമം നടത്തി. അവൻ്റെ കാൽമുട്ടിൽ പിടിച്ച് അവൾ ആ ശ്രമം തടസ്സപ്പെടുത്തി. ഷാനു അവളുടെ കവിളിലും മൂക്കിലും മുഖത്തും തഴുകിക്കൊണ്ടിരുന്നു. ഇടത് കൈയുടെ ചൂണ്ടുവിരലും പെരുവിരലും ചേർത്ത് അവളുടെ ചൊടികൾ അവനൊന്ന് ഞെരടി വിട്ടു. അപ്രതീക്ഷിതമായതിനാൽ ജാസ്മിൻ ഒന്ന് വിറച്ചു. അടുത്ത തവണ അവൻ്റെ വിരൽ ചുണ്ടിലേക്കടുത്തപ്പോൾ അവനെ വേദനിപ്പിക്കാതെ അവൾ കടിച്ചു. ഒരല്പം ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അടുത്ത തവണ അവൻ അവളെ മലർത്തിക്കിടത്തി. കാലുകൾ മടക്കി മുട്ടുകൾ സീറ്റിൽ കുത്തി ഇടത്തുകാൽ മുട്ട് മുന്നിലെ സീറ്റിൻ്റെ പിൻഭാഗത്ത് താങ്ങി അവളൊന്ന് ചെരിഞ്ഞു കിടന്നു. അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞിരുന്നു. വയറിലിരുന്ന വലത് കൈ കൊണ്ട് അവളുടെ കവിളിലും ചുണ്ടിലും താടിയിലും അവൻ തലോടിക്കൊണ്ടിരുന്നു. ഇടത് കൈ കൊണ്ട് അവളുടെ ശിരസ് താങ്ങി അവൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. വലത് കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് അവൻ അവളുടെ ചുണ്ടുകൾ വിടർത്തി. ഉമ്മയുടെ ചുണ്ടുകൾക്ക് ചൂടും വിറയലുമുണ്ടെന്ന് ഷാനു അറിഞ്ഞു. ഇന്നോവ കുറച്ചുകൂടി മുന്നോട്ടോടി കണ്ണടച്ചുകൊണ്ട് തൻ്റെ വായിൽ കിട്ടിയ ഷാനുവിൻ്റെ വിരലുകൾ നുണയുകയും വേദനിപ്പിക്കാതെ കടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു മുയൽക്കുഞ്ഞിനെ പോലെ ജാസ്മിൻ പതുങ്ങിക്കിടന്നു. ഷാനു അവളുടെ വായിൽ നിന്നും വിരലെടുത്തു. അല്പസമയം കഴിഞ്ഞിട്ടും ഷാനുവിൻ്റെ നീക്കമൊന്നും കാണാതെ അവൾ മിഴികൾ തുറന്നു. വലത് കൈയിലെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് നുണയുന്ന ഷാനുവിനെയാണ് അവൾ കണ്ടത്. വല്ലാത്തൊരു ഭാവത്തോടെ അവൾ അവനെ നോക്കി. വായിലിരുന്ന വിരലുകൾ അവളുടെ ചുണ്ടിലുരതിക്കൊണ്ട് അവളെ നോക്കി. മയക്കം വന്ന മിഴികളോടെ അവൾ ആ വിരലുകൾ അവനെ നോക്കി നുണഞ്ഞു. നിഷിദ്ധ ലഹരി. ജാസ്മിൻ്റെ തൊണ്ടക്കുഴി ഒന്നനങ്ങിയത് ഷാനു കണ്ടു. ഉമിനീരിൽ അലിഞ്ഞ നിഷിദ്ധ ലഹരി ശരീരത്തിൻ്റെ ഓരോ അണുവിലും ത്രസിക്കുന്നതും ഷാനു അറിഞ്ഞു. അടുത്ത നിമിഷം ഷാനു ധൈര്യം സംഭരിച്ച് ഒരു കടന്നുകയറ്റം കൂടെ നടത്തി. ശേഷം ഷാനു അവളെ നോക്കി. ഉമ്മയുടെ മുഖം ചുവന്ന് തുടുക്കുന്നത് മിന്നി അണഞ്ഞു പോകുന്ന പ്രകാശത്തിൻ്റെ അലകളിൽ ഷാനു കണ്ടു. കുറച്ചു നേരം മുൻ പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ തവണയും അത് ആവർത്തിക്കുമ്പോൾ ഇരുവരുടെയും മുഖം തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഒരു നിമിഷാർത്ഥം ഇടത് കവിളിൽ താങ്ങി ഉമ്മയുടെ ചുണ്ടിലേക്ക് ഷാനുവിൻ്റെ ചുണ്ടു തൊട്ടു. വിദ്യുത് സ്പർശമേറ്റതുപോലെ 2 പേരും വിറച്ചു. അവളുടെ ചുണ്ടുകൾക്കിടയിലൂടെ ഷാനുവിൻ്റെ ചുണ്ടുകൾ അമർന്നപ്പോൾ ജാസ്മിൻ ഒന്ന് വിറകൊണ്ടു. പതിയെ സാവകാശം അവളുടെ കീഴ്ചുണ്ട് നുണഞ്ഞുകൊണ്ട് ഷാനു കവളിലും കഴുത്തടികളിലും തലോടിക്കൊണ്ടിരുന്നു. മധുര പിന്നിട്ടിരുന്നു. വഴിയരികുകളിൽ ഗ്യാസ് ലൈറ്റിൻ്റെയും പെട്രോൾ മാക്സിൻ്റെയും തട്ടുകടകൾ കാണാമായിരുന്നു. വണ്ടി വഴിമാറിയതറിഞ്ഞ് ഷാനു പതിയെ മുഖമുയർത്തി. ഒരു കട്ടനടിച്ചാലോ മാഷേ? അയ്യപ്പൻ ചോദിച്ചു. വണ്ടി നിന്നതേ മാഷ് മയക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നു. ആവാം. മാഷ് സീറ്റ് ബെൽറ്റ് അഴിച്ചു. ചാസുമ്മ എഴുന്നേക്ക്, മാഷ് കേൾക്കാനായി ഷാനു വിളിച്ചു. ഷാനു മോനെ, അവരെയും കൂട്ടി വാ, മാഷ് ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്നതിനിടയിൽ പറഞ്ഞു. ജാസ്മിൻ അവൻ്റെ മടിയിൽ നിന്നും നിവർന്നു. ഉമ്മ. ജാസ്മിൻ മുന്താസിനെ കുലുക്കി വിളിച്ചു. അവർ നല്ല ഉറക്കത്തിലായിരുന്നു. ഉമ്മക്ക് ചായ വേണോ? വേണ്ട മോളെ. ഉറപ്പൊക്കെ പിച്ചിൽ അങ്ങനെ പറഞ്ഞിട്ട് അവരൊന്ന് ഇളകിക്കിടന്നു. അവരുടെ അരയിൽ കൈ ചുറ്റി മടിയിൽ മോളി കിടക്കുന്നത് കണ്ട് അവൾ തിരിഞ്ഞു. ജാസൂമ. ഷാനു അവളെ തന്നോട് ചേർത്തു. ഷാനു. ആ വിളിയിൽ താക്കീതിൻ്റെ ധ്വനിയുണ്ടായിരുന്നു. അവൾ പിറകിലിരുന്ന ബാഗിൽ നിന്നും ഫ്ലാസ്കിലെ കാപ്പി എടുത്തു. 2 പ്ലാസ്റ്റിക് കപ്പുകളിലേക്ക് പകർന്ന് ഒന്ന് അവന് നേരെ നീട്ടി. അവളെ ചുറ്റിയ കൈ അയച്ച് അവൻ കാപ്പിക്കപ്പ് വാങ്ങി. ഈ ചെയ്യുന്നത് എന്താണെന്ന് അനക്ക് വല്ല ബോധവും ഉണ്ടോ? കാറ്റൂതുന്ന സ്വരത്തിൽ അവനെ ചെവി അടുപ്പിച്ചവൾ ചോദിച്ചു.
വലത് കൈയിലെ കാപ്പിക്കപ്പ് ഇടത് കൈയിലേക്ക് മാറ്റി വലം കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചത് മാത്രമായിരുന്നു അവൻ്റെ മറുപടി. ചായ കുടി കഴിഞ്ഞ് അയ്യപ്പനും മാഷും തിരികെ വന്നു. നിങ്ങൾക്കൊന്നും വേണ്ടായിരുന്നോ? ഡോറ് തുറക്കുന്നതിനിടയിൽ മാഷ് ചോദിച്ചു. ഞങ്ങൾ കൊണ്ടുവന്നത് കുടിച്ചു മാഷുപ്പ. കയ്യിലിരുന്ന കാലിക്കപ്പ് ഉയർത്തി ഷാനു പറഞ്ഞു. വണ്ടി വീണ്ടും ഇളകി തുടങ്ങി. മാഷിൻ്റെ ശിരസ് ഇരുവശത്തേക്ക് വാടിയാടി തുടങ്ങിയപ്പോൾ ഷാനു അവളെ മടിയിലേക്ക് കിടത്താൻ ശ്രമിച്ചു. ആദ്യം അവൾ മയങ്ങിയില്ല. ഒരല്പം ബലത്തോടെ ഷാനു അവളെ തൻ്റെ മടിയിലേക്ക് കിടത്തി. കുറച്ചു നേരം ഷാനു അവളെ നോക്കിയിരുന്നു. അവനെ കണ്ണിമയ്ക്കാതെ അവളും. പറയുവാൻ എന്തൊക്കെയോ ഉള്ളത് അവരുടെ മനസ്സിൽ തിക്കുമുട്ടിക്കൊണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞു. അടക്കിയ ശ്വാസനിശ്വാസത്തോടെ ഷാനു നിവർന്നു. ഹെഡ് റെസ്റ്റിലേക്ക് തല ചായ്ച്ചു. കലങ്ങിയ മിഴികളും രക്തനിറം കലർന്ന കവിൾത്തടങ്ങളും ഷാനു ഉമ്മകൾ കൊണ്ട് മൂടി. കിതപ്പടക്കി പിടിച്ച് ജാസ്മിൻ അവൻ്റെ മടിയിൽ കിടന്നിരുന്നു. ഷാനുവിൻ്റെ വലത് കൈത്തലം നേർമയായി അവളുടെ മുഖത്ത് തഴുകിക്കൊണ്ടിരുന്നു. ഇന്നോവ കുതിച്ചുകൊണ്ടിരുന്നു. കിതച്ചുകൊണ്ട് ഷാനു വീണ്ടും നിവർന്നു. കണ്ണിമ വെട്ടാതെ ജാസ്മിൻ അവനെ നോക്കി നിശബ്ദം കിടന്നു. 1 മണിക്കൂർ കൂടി കഴിഞ്ഞു. ചുണ്ടുകൾ ചുണ്ടുകളിൽ ഉരഞ്ഞു. നിഷിദ്ധ വീഞ്ഞ് നുകർന്ന് മത്ത് പിടിച്ച ഷാനു വീണ്ടും പഞ്ഞിപ്പരുവുമായ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. ജാസ്മിനും അതൊക്കെ വല്ലാതെ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. സിയാറത്തിന് അത്ര അടുത്തല്ലാത്ത ഒരു കോട്ടേജിലാണ് മാഷ് റൂം ബുക്ക് ചെയ്തിരുന്നത്. മാഷിൻ്റെ ഒരു സുഹൃത്ത് മുഖേനയായിരുന്നു അത്. ഹൈവേയിൽ നിന്നും ഇടറോഡിലേക്ക് വണ്ടി തിരിഞ്ഞതറിഞ്ഞ് ഷാനു മുഖമുയർത്തി. തമിഴിലും ഇംഗ്ലീഷിലുമായി ബോർഡുകളും ആരോ മാർക്കുകളും അവൻ കണ്ടു. അങ്ങോട്ട് കാർ ഓടി കയറും തോറും ജനങ്ങൾ കൂടി വരുന്നത് അവൻ ശ്രദ്ധിച്ചു. തൻ്റെ മടിയിൽ കിടക്കുന്ന ചുംബനങ്ങളേറ്റ് വാടിയ മുല്ലപ്പൂവിനെ അവൻ നോക്കി. അവൾ വിവശയായി അവനിൽ മാത്രം മിഴികൾ എയ്ത് കിടക്കുകയായിരുന്നു. ഷോളെടുത്ത് അവളുടെ വിയർപ്പ് മണികൾ ഉരുണ്ടുകൂടിയ നെറ്റിത്തടവും മൂക്കിൻ തുമ്പും അവൻ്റെ ഉമിനീർ ചാറിൽ കുതിർന്ന കവിളുകളും ചുണ്ടുകളും താടിയെല്ലും കീഴ്ത്താടിയും അരുമയോടെ അവൻ തുടച്ചു. കോട്ടേജിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കാറ് കയറി. എൻജിൻ ഓഫാക്കാതെ തന്നെ അയ്യപ്പൻ ഇറങ്ങി. ജാസുമ്മ എഴുന്നേക്ക്. അവളുടെ കഴുത്തിനടിയിലൂടെ കൈയിട്ട് ഷാനു എഴുന്നേൽപ്പിച്ചു. ഡോറ് തുറന്ന് മാഷ് പുറത്തേക്കിറങ്ങി. പുറവടിവിൽ അഴിഞ്ഞുലഞ്ഞ മുടിയിഴകൾക്ക് മുകളിലൂടെ കൈ ചുറ്റി ഷാനു അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. ആ സമയം ജാസ്മിൻ അവനെ ഒരു നോട്ടം നോക്കി. മിഴികൾ കുരുക്കുന്ന നോട്ടം, ഹൃദയം കുരുക്കുന്ന നോട്ടം. ഷാനുവിൻ്റെ ഹൃദയാന്തരങ്ങളിലേക്ക് വജ്രമുനം പോലെ അതിൻ്റെ തീക്ഷ്ണത തുളഞ്ഞു കയറിപ്പോയി. ഡോറ് തുറന്ന് ഷാനു പുറത്തിറങ്ങി. ചെറിയ തണുപ്പുണ്ടായിരുന്നു. ഉപ്പുരസമുള്ളൊരു നനുത്ത കാറ്റ് അവനെ തൊട്ടുപോയി. കോട്ടേജിൻ്റെ ഫ്രണ്ട് കൗണ്ടറിന് മുന്നിൽ മാഷു അയ്യപ്പന് നിൽക്കുന്നത് ഒന്ന് മൂരി നിവർത്തുന്നതിനിടയിൽ ഷാനു കണ്ടു. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. റൂമിൻ്റെ കാര്യങ്ങളായിരുന്നു കൗണ്ടറിലിരുന്ന ആളോട് മാഷ് സംസാരിച്ചിരുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ കൂടി വന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനമായി. താഴെ നിലയിൽ ഒറ്റ മുറി റൂമായിരുന്നു അയ്യപ്പൻ മാഷ് പറഞ്ഞു വെച്ചിരുന്നത്. മറ്റുള്ളവർക്കായി മുകളിലെ നിലയിൽ അങ്ങേയറ്റത്തായി 2 മുറികളും. ബാഗുകളുമായി ഷാനുവും അയ്യപ്പനും വഴി കാണിക്കാൻ വന്ന ആളുടെ പിറകെ സ്റ്റെപ്പുകൾ കയറി. പിന്നാലെ ജാസ്മിനും മുന്താസും, മാഷിൻ്റെ ചുമലിൽ മോളിയും. അഭിമുഖങ്ങളായിട്ടുള്ള 2 മുറികളായിരുന്നു അവ. അതിനപ്പുറം ചെറിയ ഇടനാഴി. ഗ്രില്ലിനപ്പുറമുള്ള കാഴ്ചകൾ രാത്രി ആയതിനാൽ വ്യക്തമല്ല. വാതിൽ തുറന്ന ശേഷം വന്നയാൾക്കൊപ്പം അയ്യപ്പനും പോയി. മാഷും മുന്താസും ഒരു മുറിയിലേക്ക് കയറി. മോളിയെ ചുമലിലിട്ടുകൊണ്ട് അടുത്ത മുറിയിലേക്ക് ഷാനുവും ജാസ്മിനും കയറി. ഇടനാഴിയിലെ വെളിച്ചത്തിൽ സ്വിച്ച് ബോർഡ് കണ്ടുപിടിച്ച് ഷാനു സ്വിച്ചിട്ടു. ആദ്യം സീലിംഗ് ഫാനാണ് കറങ്ങിയത്. അടുത്ത സ്വിച്ചിട്ടപ്പോൾ പ്രകാശം മുറിയിൽ പരന്നു. ടൈൽസ് പാകിയ തറ, ഒരു ഡബിൾ കോട്ട് ബെഡ്, ഒരു ചെറിയ ടേബിളിനടുത്തായി ഭിത്തിയിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കണ്ണാടി, 2 പ്ലാസ്റ്റിക് കസേര,
ടേബിളിന് താഴെ ഒരു വേസ്റ്റ് ബിൻ, ഭിത്തിയിൽ അലുമിനിയം പൈപ്പ് അഴയായി സെറ്റ് ചെയ്തിരിക്കുന്നു. ബാഗ് തുറന്ന് ജാസ്മിൻ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കിടക്കയിൽ വിരിച്ചു. ഷാനു ശ്രദ്ധയോടെ ചുമലിൽ കിടന്നിരുന്ന മോളിയെ കിടക്കയിൽ കിടത്തി നിവർന്നു. ഇനി എന്ത്? ഇരുവരും മുഖത്തോട് മുഖം നോക്കാതെ കുറച്ചു നേരം നിശബ്ദരായി നിന്നു. ആ നിമിഷം വാതിൽക്കൽ മാഷിൻ്റെ തല കണ്ടു. കിടന്നില്ലേ? വന്നിട്ട് അധികമായില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഭംഗിവാക്ക് പോലെ മാഷ് ചോദിച്ചു. ഇല്ല മാഷുപ്പ, ഷാനു പറഞ്ഞു. ഇവിടെ ഭക്ഷണ സൗകര്യമൊന്നുമില്ല. ഓർഡർ ചെയ്താൽ അവർ കൊണ്ടുവന്ന് തരികയാണ് പതിവെന്ന് പറഞ്ഞിരുന്നു. ഇന്നിനി ഒന്നും വേണ്ട മാഷുപ്പ. മാഷ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ജാസ്മിൻ പറഞ്ഞു. രാവിലെ സിയാറത്തിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. റെഡിയാകാം, അവൾ പറഞ്ഞു. അതിരാവിലെ ഒന്നും എഴുന്നേക്കണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് മാഷ് മുറിവിട്ടു. മൗനം ഘനീഭവിച്ച നിമിഷങ്ങൾ കടന്നുപോയി. ജാസൂമ്മ, മുഖം ഉയർത്താതെ തന്നെ ഷാനു വിളിച്ചു. ആ മൂളലിനത്ര ശക്തിയില്ലായിരുന്നു. കിടക്കണ്ടേ? എനിക്കൊന്ന് കുളിക്കണം, ജാസ്മിൻ പറഞ്ഞു. അവർ ബാഗ് ടേബിളിലേക്ക് വെച്ച് മാറിയുടുക്കാനുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ തുടങ്ങി. ഷാനു വാതിലകത്തു നിന്നും ചേർത്തടച്ച് ബോൾട്ടിട്ട് തിരിഞ്ഞു. ഡോക്ടേഴ്സ് കയ്യിൽ തൂക്കിയിടുന്ന പോലെ മാറാനുള്ള ഡ്രസ്സ് കയ്യിലെടുത്ത് ബാത്റൂമിന് നേരെ പോകാനൊരുങ്ങിയ ജാസ്മിൻ്റെ മുമ്പിലേക്ക് ഷാനു വന്നു. അവളുടെ അരക്കെട്ടിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്താൻ ശ്രമിച്ച ഷാനുവിൻ്റെ ഇടത് കവളിൽ ആദ്യത്തടി വീണു. തല്ലിയത് ജാസൂമ്മയാണെന്നും തല്ലുകൊണ്ടത് തൻ്റെ കവിളിലാണെന്നും ബോധമനസ്സറിഞ്ഞപ്പോഴേക്കും ഉപബോധ മനസ്സ് ഇടത് കൈത്തലം കൊണ്ട് കവിള് പൊത്തിയിരുന്നു. അതിനാൽ അടുത്തടി അവൻ്റെ കൈക്ക് മുകളിലാണ് കൊണ്ടത്. അവൻ്റെ തലയ്ക്കുള്ളിൽ വണ്ടി ഇരമ്പി. അണഞ്ഞുപോയ പ്രജ്ഞയുടെ പ്രകാശം തിരികെ വന്നപ്പോഴേക്കും ജാസ്മിൻ ബാത്റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്തിരുന്നു. അളവിലേറെ മദ്യം ചെലുത്തിയ മദ്യപാനിയെപ്പോലെ അടിവെച്ച് ഇടം കവളിൽ കൈ ചേർത്ത് ഷാനു കിടക്കയിലിരുന്നു. ജാസുമ്മ തന്നെ തല്ലി. കാറിനുള്ളിൽ തൻ്റെ ചുംബനങ്ങൾ ഏറ്റു വാടിത്തളർന്ന് മടിയിൽ മയങ്ങിയ ജാസൂമ്മ തന്നെയാണോ എന്ന് അടികൊണ്ട കവിൾത്തടം തിരുമുന്നതിനിടയിലും അവൻ ചിന്തിച്ചു. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ അടുത്ത പാർട്ട് 5 നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പാർട്ട് 5 എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. ഞാൻ സ്റ്റോറി ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.